ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. എന്നാൽ നമുക്ക് നല്ല ഗ്രീൻ കളറുള്ള ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോഴേ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാട്ടാ. ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണമെന്നില്ല, അല്ലാതെയും ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോതാ ഞാൻ ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രീൻ കളർ കിട്ടുന്നത് ഈ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നത് കൊണ്ടാട്ടാ. പിന്നെ മല്ലിയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കുന്നതാട്ടാ നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഫ്രഷ് എടുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ മല്ലിയിലൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായി അരച്ചെടുക്കണം കേട്ടോ. 1/2 കിലോ ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. ഈ മസാല ഒക്കെ ചിക്കന്റെ എല്ലാ പീസിലും പിടിക്കുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണോട്ടാ. ഇപ്പോതാ മസാല ഒക്കെ നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണോട്ടാ. 2 മണിക്കൂറിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടാ ഞാൻ എടുത്തിരിക്കുന്നത്. ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണോട്ടാ. ഇതുപോലെ നന്നായി ക്രിസ്പി ആക്കി ഫ്രൈ ചെയ്തെടുക്കണോട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇതേ എണ്ണയിൽ തന്നെയാട്ടാ നമ്മ ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇനി വേറെ എണ്ണ ഒന്നും എടുക്കുന്നില്ല കേട്ടാ. ഈ എണ്ണയിലേക്ക് 3 ഏലക്ക, 2 കറുവപ്പട്ട, 4 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഇല്ലാതെ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടാ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് വെന്ത ശേഷം അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണോട്ടാ. ഇപ്പോ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, മസാല ഇട്ടിട്ടില്ലായിരുന്നു. ആ മസാലയാട്ടത്. മസാലയും ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടാ. എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി നമ്മ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഈ സവാളക്ക് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാട്ടാ. ഇനിയൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാട്ടാ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ട്ടാ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. ഇപ്പോ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയും ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ട്ടാ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി നമുക്കിത് ഗ്രേവിക്ക് അനുസരിച്ച് വറ്റിച്ചെടുക്കാട്ടാ. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചാൽ മതിട്ടാ. ഇപ്പോ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കളറിലുള്ള അഫ്ഗാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാട്ടാ ഇത്. ഇതിന്റെ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടാ.